ഗുഡ് മോർണിംഗ്, ലക്ഷ്മികാന്താണ്. ഞാനിന്ന് വന്നിരിക്കുന്നതേ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറായി പാടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ നടന്ന് വരുന്ന സ്ഥിരം പ്രശ്നങ്ങൾ വെച്ചാൽ അപകടങ്ങൾ പെരുകയാണ്. അതായത് 10 അപകടം നടന്നാൽ നമ്മൾ 2 അപകടം മാത്രമേ സോഷ്യൽ മീഡിയാസിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ സ്ഥലങ്ങളിൽ വരുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ബാക്കിയുള്ള അപകടങ്ങൾ ആരും പുറത്ത് വിടുന്നില്ല. അപ്പോൾ ഈ ജനസാന്ദ്രത തിങ്ങി പാർത്ത് ജീവിക്കുന്ന ഒരു ഏരിയയാണ് വൈപ്പിങ്കര എന്നുള്ളത്, അതായത് ഇന്ത്യയിൽ തന്നെ, ഏഷ്യയിൽ തന്നെ. അപ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ചെറിയ ഇടുങ്ങിയ വഴി കൂടെ ഈ ബസ്സുകാർ 100 പോണേ. ഇവിടെ മാത്രം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാര സമയം കൊണ്ടാണ് ഇവർ ഓടി വരേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബസ്സിൽ വരുന്ന ടൈമിംഗ് പ്രശ്നം കാരണം ഈ ബസ്സുകാർക്ക് ഓവർ സ്പീഡ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ വരുന്നുണ്ട്, നമുക്ക് അവൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം എത്രയാണെന്നുള്ളത് കേട്ടോ. ഒരു മിനിറ്റ്. അവൻ വരുന്ന വരുമൊക്കെ. അതായത് ഈ നിസ്സാര സമയം കൊണ്ട് ഇവന്മാരോട് ഓടിയെത്തണം. അപ്പോൾ അതുകൊണ്ട് അടിച്ചു പൊളിച്ചാൽ പോണേ. പോരാത്തിന് കുറേ ഫ്രീക്കന്മാരും കൂടി വന്ന് പെടുമ്പോൾ എന്ത് പറ്റി, ഈ വണ്ടി അപകട സാധ്യത ഏറുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ അധികാരികൾ എത്തിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇത് അധികാരികൾ എത്തിക്കുക. അവർക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ബസ്സിൻ്റെ ടൈമിങ് ഇപ്പോൾ 8 മിനിറ്റ് കൊണ്ട് പറവൂരിൽ നിന്ന് ചെറായി ഓടി എത്തണമെന്നുണ്ടെങ്കിൽ അത് 9 മിനിറ്റോ 10 മിനിറ്റോ ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രൈവർമാർക്കും ആശ്വാസം ഉണ്ടാവും. അതുമാത്രമല്ല, ഈ അമിതമായ ബ്ലോക്കും കൂടി വരുമ്പോൾ ഇവർക്ക് റെസ്റ്റ് ഇല്ലാതെ തുരുതുര ഓടുകയാണ്. അപ്പോൾ അത് അധികാരികൾ എത്തിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ശുഭദിനം.